നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കൂത്തുപറമ്പയിൽ സ്വന്തം വീട്ടിന്റെ മേൽക്കൂരയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഒരു യുവതിക്ക് ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. കൂത്തുപറമ്പ് സികെ കോളേജ് PTS പരാൽ സ്വദേശിനിയായ 42 വയസ്സുള്ള സാജിമ കരായി ചൊവ്വാഴ്ച രാത്രി ഒരു അപകടത്തിൽപ്പെട്ടു. രാത്രിയിൽ സാജിമ സ്വന്തം വീട്ടിന്റെ മേൽക്കൂരയിൽ നിന്ന് വീണു ഗുരുതരമായി പരിക്കേറ്റു. അവരെ കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടുത്തുരുത്തി പഞ്ചായത്തിലെ കപ്പിക്കാട് നീലിമല മേഖലകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ആക്രമണം രൂക്ഷമാണ്. ഭക്ഷണം കഴിക്കാനും പുറത്തിറങ്ങാനും നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പഞ്ചായത്തിലെ വാർഡ് 14ലാണ് ഒച്ചുകളുടെ ശല്യം ഏറ്റവും കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവ പച്ചക്കറികളും ചെടികളും വിളകളും നശിപ്പിക്കുകയാണ്. നൂറുകണക്കിന് ഒച്ചുകൾ റോഡരികിലും വീടുകളുടെ ചുവരുകളിലും ഒട്ടിക്കിടക്കുകയാണ്. ആലപ്പുഴയിൽ അയൽവാസിയായ യുവാവ് ഭാര്യയ്ക്ക് ഫോൺ സന്ദേശം അയച്ചെന്ന കാരണത്തിൽ ഭർത്താവ് ഇയാളെ ചുറ്റിക കൊണ്ട് തലയിൽ അടിച്ചു പരിക്കേൽപ്പിച്ചു. കലാപ്പുര സ്വദേശിയായ 28 വയസ്സുള്ള ഷിബിൻ രാജിന് തലയിൽ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ ചക്കുപറമ്പ് സ്വദേശിയായ ജോബിൻ ജോൺസണിനെതിരെ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറത്ത് CPM സംസ്ഥാന സമിതി അംഗവും ജില്ലയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ EN മോഹൻദാസ് 74 വയസ്സ് അന്തരിച്ചു. 2 കാലാവധികൾ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്നു. മലപ്പുറം EMS പഠനവും ഗവേഷണ കേന്ദ്രവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. അവിടെ അദ്ദേഹം സെക്രട്ടറിയായിരുന്നു. 2018 പെരിന്തൽമണ്ണയിൽ നടന്ന സമ്മേളനത്തിലാണ് ആദ്യമായി ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2021 ഡിസംബറിൽ തിരൂരിൽ നടന്ന സമ്മേളനത്തിൽ വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2024 താനൂരിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. മലപ്പുറം യൂണിറ്റിന്റെ ആദ്യ മാനേജറുമായിരുന്നു അദ്ദേഹം. കോട്ടയത്ത് ബാർ സമയം കഴിഞ്ഞതോടെ പുറത്തേക്ക് പോകാൻ പറഞ്ഞ ജീവനക്കാരിയോട് മദ്യപിച്ച ഒരാൾ വെടിയുതിർന്നു. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ പുതുപ്പള്ളി കൈതേപ്പലം പ്രദേശത്തെ ഒരു ബാറിലാണ് സംഭവം നടന്നത്. മദ്യപിച്ചിരുന്ന 4 സംഘത്തോട് ബാർ സമയം കഴിഞ്ഞുവെന്നും ബിൽ അടച്ചു പോകണമെന്നും ജീവനക്കാരി ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണം. സംഘത്തിലെ 2 പേർ ജീവനക്കാരിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. സംഘത്തിലെ ഒരാൾ ബാറിന് പുറത്തേക്കിറങ്ങി പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ജീവനക്കാരിയുടെ നേരെ തോക്ക് ചൂണ്ടി. മറ്റു 2 പേർ ഇയാളെ പിടിച്ചുവലിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അതിനിടയിലാണ് ഇയാൾ വെടിയുതിർന്നത്. അത്ഭുതകരമായി ജീവനക്കാരി രക്ഷപ്പെട്ടു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കുടുംബങ്ങളുടെ താങ്ങും തണലുമായിരിക്കേണ്ട 154 പേർ റോഡ് അപകടങ്ങളിൽ മരിച്ചുവെന്നാണ് കണക്കുകൾ. മരിച്ചവരിൽ 80% 18 മുതൽ 35 വയസ്സുവരെയുള്ളവരാണ്. ഗുരുതരമായി പരിക്കേറ്റ് ജീവിതകാലം മുഴുവൻ കിടപ്പിലായവരുടെ കൃത്യമായ എണ്ണം ലഭ്യമല്ലെങ്കിലും അത് മരണസംഖ്യയേക്കാൾ ഭീതിജനകമാണെന്ന് വിലയിരുത്തുന്നു. അപകടങ്ങളുടെ ഭൂരിഭാഗവും രാത്രിയിലാണ് സംഭവിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. അതിവേഗം, മത്സര ഡ്രൈവിംഗ്, ഹെൽമറ്റ് ധരിക്കാതിരിക്കുക, മദ്യപിച്ച് വാഹനമോടിക്കൽ എന്നിവയാണ് പ്രധാന കാരണങ്ങളെന്ന് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. 10,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. ഉച്ചയ്ക്ക് 1:15 കലൂർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. BPCL കൊച്ചി റിഫൈനറിയിൽ 5,500 കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന പോളിപ്രൊപിലീൻ പ്ലാന്റിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നടത്തും. ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്തെ 6 ലെയിൻ റോഡും കോഴിക്കോട് ബൈപ്പാസിലെ വെങ്ങലം രാമനാട്ടുകര ഭാഗത്തെ 6 ലെയിൻ റോഡും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയുടെ ഭാഗമായി കേരളത്തിൽ നിർമ്മിച്ച 23 റോഡുകളും അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ വികസിപ്പിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുട്ടിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്റ്റോപ്പ്. കോട്ടയത്ത് ബാർ സമയം കഴിഞ്ഞതോടെ പുറത്തേക്ക് പോകാൻ പറഞ്ഞ ജീവനക്കാരിയോട് മദ്യപിച്ച ഒരാൾ വെടിയുതിർന്നു. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ പുതുപ്പള്ളി കൈതേപ്പലം പ്രദേശത്തെ ഒരു ബാറിലാണ് സംഭവം. മദ്യപിച്ചിരുന്ന 4 സംഘത്തോട് ബാർ സമയം കഴിഞ്ഞുവെന്നും ബിൽ അടച്ചു പോകണമെന്നും ജീവനക്കാരി ആവശ്യപ്പെട്ടു. സംഘത്തിലെ 2 പേർ ജീവനക്കാരിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. സംഘത്തിലെ ഒരാൾ ബാറിന് പുറത്തേക്കിറങ്ങി പാർക്കിംഗ് ഏരിയയിൽ ജീവനക്കാരിയുടെ നേരെ തോക്ക് ചൂണ്ടി. സ്റ്റോപ്പ്. കണ്ണൂരിൽ 12 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകന് 30 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി MT
ജലാറാണി മലപ്പുറം കോട്ടായി സ്വദേശിയായ 39 വയസ്സുള്ള ടി.പി. നസീബിനാണ് ശിക്ഷ വിധിച്ചത്. പാഴങ്ങാടി മദ്രസയിൽ അധ്യാപകനായിരിക്കെയാണ് ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചത്. 2023 മെയ് മുതൽ 2024 സെപ്റ്റംബർ വരെ പലതവണ പീഡനം നടന്നതായി കേസ് പറയുന്നു. അലനല്ലൂർ സ്വദേശിയായ 25 വയസ്സുള്ള ഷൈജു തിരുവിഴംകുന്ന് പുലിക്കാടിയാദിവാസി അഭയാരണ്യം ദാരുണമായി മരിച്ചു. ഇന്നലെ വൈകിട്ട് 5:30-യോടെയാണ് സംഭവം. തിരുവിഴംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന കച്ചേരിപ്പറമ്പ ചെന്നേരി കോളനി മേഖലയ്ക്കടുത്ത് 2 കാട്ടാനകളെ വനപാലകർ പിന്തുടരുന്നതിനിടെയാണ് ഒരു ആന ജനങ്ങളിലേക്ക് ചാഞ്ഞത്. ആളുകൾ ഓട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഷൈജുവിന് രക്ഷപ്പെടാനായില്ല. നെഞ്ചിൽ ഗുരുതര പരിക്കുകളും തലച്ചോറിൽ പൊട്ടലുമുണ്ടായി. ഉടൻ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി സിപിഎം പുതിയ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പുറത്തിറക്കി. എൽഡിഎഫിനെ കൂടാതെ ആരുണ്ട് എന്നതാണ് മുദ്രാവാക്യം. എൽഡിഎഫ് സർക്കാർ നടപ്പാക്കിയ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയനാടിനെ ലോകോത്തര ടൗൺഷിപ്പാക്കി മാറ്റാൻ എൽഡിഎഫിനെ കൂടാതെ ആരുണ്ട് എന്നതും മുദ്രാവാക്യങ്ങളിലൊന്നാണ്. സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ചർച്ചകൾ എൽഡിഎഫിൽ പുരോഗമിക്കുകയാണ്. സിപിഎം സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ഏകദേശം പൂർത്തിയായി. ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീടുണ്ടാകും. സിപിഐ 25 പേരടങ്ങുന്ന പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട് നടക്കും. തൃശൂർ സി.ഐ. മുകുന്ദൻ എംഎൽഎയെ സിപിഐ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നാട്ടിക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനെ തുടർന്ന് യുഡിഎഫ് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഫോൺ വഴി ബന്ധപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചതായും ആവശ്യമെങ്കിൽ എംഎൽഎ സ്ഥാനം പോലും രാജിവെക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സൈനിക സംഘർഷത്തെ തുടർന്ന് ഊർജ്ജവിതരണത്തിലുണ്ടായ സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ രാജ്യത്തെ പ്രകൃതിവാതക ഉപയോഗത്തിന്റെ മുൻഗണനകൾ പുനഃക്രമീകരിച്ചു. കഴിഞ്ഞ ദിവസം സർക്കാരെടുത്ത തീരുമാനപ്രകാരം ഗൃഹോപയോഗ എൽപിജി ഉൽപ്പാദനം, സിഎൻജി, പൈപ്പ്ഡ് കുക്കിംഗ് ഗ്യാസ് വിതരണം എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകും. വീടുകളിലും ഗതാഗത മേഖലയിലും കുറവുണ്ടാകാതിരിക്കാനാണ് ഈ നടപടി. മൃഗങ്ങളുടെ കസ്റ്റഡി സംബന്ധിച്ച ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത ഹർജിയിൽ സുപ്രീംകോടതി ചൊവ്വാഴ്ച കേന്ദ്ര സർക്കാരിനോടും മറ്റ് കക്ഷികളോടും വിശദീകരണം തേടി. ജസ്റ്റിസ് വിക്രംനാഥും ജസ്റ്റിസ് സന്ദീപ് മെഹ്തയും അടങ്ങിയ ബെഞ്ച് ഹർജി പരിഗണിക്കാൻ സമ്മതിക്കുകയും കേന്ദ്രത്തിനും മറ്റ് കക്ഷികൾക്കും നോട്ടീസ് അയക്കുകയും ചെയ്തു. മൃഗക്രൂരത തടയൽ ചട്ടങ്ങൾ 2017 ചട്ടം 3, മൃഗക്രൂരത തടയൽ നിയമം 11-ാം നൂറ്റാണ്ട് അറുബോധ്, പ്രത്യേകിച്ച് വകുപ്പ് 29 ലംഘിക്കുന്നതാണെന്ന് പ്രഖ്യാപിക്കണമെന്നും അതിനാൽ അസംവിധാനമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ജാർഖണ്ഡ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിനിടെ ബുധനാഴ്ച രാമനവമിയിൽ ഡി.ജെ. ഉപയോഗം സംബന്ധിച്ച വിഷയത്തിൽ സഭയിൽ ശക്തമായ ബഹളമുണ്ടായി. സമ്മേളന നടപടികൾ ആരംഭിച്ചതോടെ ബി.ജെ.പി.എം.എൽ.എമാർ വിഷയം ഉയർത്തി സർക്കാർ ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിച്ചു. അവർ ആസനത്തിന് മുന്നിലേക്കിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ബി.ജെ.പി.എം.എൽ.എ നവിൻ ജയ്സ്വാൾ രാമനവമി പോലുള്ള മതപരമായ ആഘോഷങ്ങളിൽ ഡി.ജെ. നിരോധിച്ച് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ സർക്കാർ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിച്ചു.